കോൺഗ്രസിന് തിരിച്ചറിവ് വന്നു എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ചേർന്നു. പ്രവർത്തക സമിതി യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, അതായത് AICC അധ്യക്ഷൻ, പാർട്ടിയുടെ പരമാധ്യക്ഷൻ പറഞ്ഞു, പാർട്ടിക്കുള്ളിൽ നേതാക്കൾക്കിടയിൽ ഐക്യമില്ല. ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്, ഐക്യമില്ല. കേരളത്തിലോട്ടൊന്ന് നോക്കൂ. ഇവിടെ കെ സുധാകരൻ പറയുന്നത് VD സതീശൻ കേൾക്കുമോ? VD സതീശനെ കെ സുധാകരൻ പരസ്യമായി ചീത്ത വിളിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലൈവായി എല്ലാ ആളുകളും, ലോകമെങ്ങുമുള്ള മലയാളികൾ കണ്ടതല്ലേ? ഇവിടെ ഐക്യമെന്ന് പറയുന്ന സാധനമില്ല. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെങ്ങും തന്നെ കോൺഗ്രസിനകത്ത് ഐക്യമില്ല എന്ന് ആര് തിരിച്ചറിഞ്ഞു? ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് പറയുകയാണ്, പാർട്ടിയിലെ ഐക്യമില്ലായ്മയാണ് ഈ പാർട്ടിയുടെ പരാജയത്തിന് കാരണം. ഏതൊക്കെ പരാജയം? ഹരിയാന തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് ചെന്നിത്തല ഒരുങ്ങിക്കെട്ടി അവിടെ പോയി. ചെന്നിത്തല അവിടെ പോയിട്ട് എന്താണ് മലമറിച്ചത്? നേരെ 16 സീറ്റാക്കി വിടും. 60-ൽ നിന്ന് നേരെ 16 സീറ്റാക്കി കോൺഗ്രസിൻ്റെ വളർച്ച പടവലം വളരുന്നത് പോലെ ആക്കി കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കുത്തുവാളെടുത്തു, ഹരിയാനയിൽ ഇപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അധികാരം കിട്ടുമെന്ന് എല്ലാ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാർട്ടിക്കുള്ളിലെ തൊഴുത്തിൽ കുത്തുകൊണ്ടുകൊണ്ട് മാത്രം അവിടെ ഹരിയാനയിൽ തോറ്റുപോയി. രാജസ്ഥാനിൽ എന്തായിരുന്നു സ്ഥിതി? അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ഒരു നേതാവിൻ്റെ അധികാര കൊതി കൊണ്ട് മാത്രം രാജസ്ഥാനിലും ഭരണം കൈവിട്ടു. ഇപ്പോഴുള്ളത് കേരളത്തിൽ കുറച്ച് നേതാക്കളുണ്ട്, കേന്ദ്രത്തിലും കുറച്ച് നേതാക്കളുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് കുറച്ചധികം സീറ്റുകൾ കോൺഗ്രസ് നേടിയത് ഒരു അഭിമാനകരമായ നേട്ടവുമാണ്. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. ഒന്ന്, പരസ്പരം ഐക്യമില്ല. നേതാക്കൾ ഒരേ വിഷയത്തിൽ വിരുദ്ധ പ്രസ്താവനകൾ. നമുക്കറിയാം, കേരളത്തിലെ ഉദാഹരണം നോക്കാം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു. കെ മുരളീധരൻ എന്താണ് പറഞ്ഞത്? VD സതീശനും കെ സുധാകരനുമൊക്കെ ചേർന്ന് സന്ദീപ് വാര്യരെ പൊന്നാടയും ഷാളുമൊക്കെ അണിയിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ ആദ്യത്തെ ദിവസം കെ മുരളീധരൻ്റെ പ്രസ്താവന എന്തായിരുന്നു? കെ കരുണാകരനെ, രാഹുൽ ഗാന്ധിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കണമെന്ന് പറഞ്ഞ വ്യക്തി, ജോഡോ യാത്ര കാശ്മീരിലേക്കല്ല ലക്ഷദ്വീപിലേക്ക് നടത്തണമെന്ന് പറഞ്ഞ വ്യക്തി, രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ കോൺഗ്രസിലേക്ക് എടുക്കുന്നതിന് വിയോജിപ്പാണ് കെ മുരളീധരൻ പ്രഖ്യാപിച്ചത്. പിന്നീട് ഭായിയൊക്കെ ആയെങ്കിലും ആദ്യം എങ്ങനെയായിരുന്നു? ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ എടുക്കാം. എന്തോ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ കാരുണ്യം കൊണ്ട് കോൺഗ്രസ് 19 സീറ്റിലും വിജയിച്ച് കയറി. കെ രാധാകൃഷ്ണൻ ഒഴികെ മറ്റാരും CPM-നോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ ജയിപ്പിക്കാനും കഴിഞ്ഞില്ല. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാകാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ സമുദായ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെയോ ഒക്കെ ഭാഗമായി കോൺഗ്രസിന് സീറ്റ് ലഭിച്ചു എന്നിരിക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഉദാഹരണങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ്, എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കേരളത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. മറ്റൊന്ന്, കർശനമായ അച്ചടക്കം പ്രധാനമാണ്. നേതാക്കൾക്കിടയിൽ അച്ചടക്കം വേണം. കുറേ നേതാക്കളുണ്ട്, അച്ചടക്കം എന്ന് പറയുന്ന സാധനമേ ഇല്ല. കാരണം എല്ലാവരും ഫോട്ടോയ്ക്ക് തല കാണിക്കണം, തള്ളി ഉന്തി ഫോട്ടോ ഫ്രെയിമിൽ വരണം, ക്യാമറയ്ക്ക് മുന്നിൽ വരണം, ചിരിച്ച് കാണിക്കണം, വെളുക്കെ ചിരിച്ച് 32 പല്ലും കാണിച്ച് ചിരിച്ച് ഇങ്ങനെ തൊഴുതു നിൽക്കണം. അതുമാത്രമേ ഉള്ളൂ. അണികൾക്കിടയിൽ പ്രവർത്തനമില്ല. മറ്റൊന്നെന്താണ്? ബൂത്ത് തലം വരെ സംഘടന ശക്തിപ്പെടുത്തണം. ഇപ്പോഴറിയാം, കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ CPM എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കുറേ കൂടി കാര്യക്ഷമമാക്കണം. ഇപ്പോൾ ഇനി കേരളത്തിൽ എങ്ങനെ വരാൻ പോകുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ 70%-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ബൂത്ത് തലം മുതൽ എന്ത് വേണം? സംഘടന ശക്തിപ്പെടുത്തണം. പല സ്ഥലങ്ങളിലും സംഘടന പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്നില്ല. അടുത്ത്, പ്രശ്നങ്ങൾ പലവിധമാണ്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. പഴയ രീതികൾ തുടർന്നാൽ ഇനി വിജയിച്ചു പോകാൻ കഴിയുകയില്ല. നേതൃത്വ ഗുണം വേണം, നേതൃപാഠവും വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. നമ്മുടെ KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗങ്ങളും ശശി തരൂരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തോൽവികൾ ശരിക്ക് പഠിക്കണം, ശരിക്ക് പഠിച്ച് അതിന് പ്രതിവിധി കണ്ടെത്തണം. രാഷ്ട്രീയ കാരണങ്ങളും അതുപോലെ തന്നെ EVM ക്രമക്കേട്, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ക്രമക്കേടുകളെക്കുറിച്ചും വിശദമായി പഠിക്കണം. അതിന് രാഷ്ട്രീയമായ പാഠം കണ്ടെത്തി ആളുകളെ ബോധവൽക്കരിക്കണം. പിന്നെന്താണ്? രാഷ്ട്രീയവും സാങ്കേതികവുമായ സർവ്വമേഖലകളിലും രാഷ്ട്രീയം അങ്ങനെ വളർന്നു വരണം. പിന്നെന്താണ്? സംസ്ഥാനങ്ങളിൽ ബൂത്ത് തലം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൂത്ത് തലം മുതൽ തന്നെ അഴിച്ചുപണി വരും, നേതാക്കളെ മാറ്റും.
DCC ഘടകങ്ങൾ മാറും, അതുപോലെ DCCയിലെ ആളുകൾ മാറും. ഇപ്പോൾ തന്നെ വാർഡ് പുനർവിഭജനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിർത്തി നിർണ്ണയം വിഭജനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ബൂത്തുകളുടെ സ്വഭാവം മാറും, ബൂത്തുകളുടെ പേര് മാറും, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള നേതാക്കളുടെ ആളുകൾ മാറും. അങ്ങനെ ബൂത്ത് തലത്തിൽ തന്നെ മാറ്റങ്ങൾ വരണം. അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങൾ വേണ്ടി വരും. എന്താണ്, ഇനി അച്ചടക്കം ലംഘിച്ചാൽ നേതാക്കൾക്കെതിരെ കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും, ആരും അനിഷ്ടം കാണിക്കരുത്. ആ തരത്തിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നലത്തെ CWCയിലെ പ്രസംഗം. ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇപ്പോഴാണ് ശരിക്കൊരു നേതാവുണ്ടായത്. മുമ്പൊക്കെ ആരെന്ത് പറഞ്ഞാലും കോൺഗ്രസ് എന്താണ്, പടവലം പോലെ വളർന്ന് പന്തലിക്കും, താഴോട്ടാണ് വളർച്ച എന്ന് മാത്രം. ഇപ്പോൾ ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തിരുത്തണം, നേതാക്കൾ തിരുത്തണം, നേതാക്കളാണ് ആദ്യം തിരുത്തേണ്ടത്. അങ്ങനെ തിരുത്തിയാൽ മാത്രമേ സംഘടന ശക്തിപ്പെടുകയുള്ളൂ. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ആവർത്തിച്ചത് കേരളത്തിലൊന്നും ആവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടി അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.